Welcome to Complementary Electronics paper, Semester 4, BSc Complementary Electronics, 6th lecture. And today we see op-amp subtractor and integrator, two devices. In the last class we have studied op-amp summer and averager. Today we study op-amp subtractor and integrator. So first is op-amp subtractor. Op-amp subtractor is actually the function of subtractor is that of adder with a negative sign. It is used to provide an output proportional or equal to the difference of the two input signals. Here we have to apply the inputs to inverting as well as non-inverting terminals. അതായത് രണ്ട് ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ അവയുടെ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഉത്തരം കണ്ടുപിടിക്കുന്ന സർക്യൂട്ടാണിത്. അപ്പോൾ ഇവിടെ രണ്ട് ഇൻപുട്ടിൽ ഒരു ഇൻപുട്ട് ഇൻവേർട്ടിംഗ് ടെർമിനലിലും മറ്റേ ഇൻപുട്ട് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും കൊടുക്കണം. അതായത് നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യേണ്ട സംഖ്യകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഇൻവേർട്ടിംഗ് ടെർമിനലിലും രണ്ടാമത്തെ ഇൻപുട്ട് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും കൊടുക്കണം. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽസ് ഇതാണ് സർക്യൂട്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടില്ല നോക്കുക. അപ്പോൾ ഒരേ സമയം തന്നെ ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ആണ്. ഒന്നാമത്തെ ഇൻപുട്ട് വോൾട്ടേജ് V1 നമ്മൾ എ എന്നുള്ള സമ്മിങ് പോയിന്റ് കൊടുക്കും. R1 ആണ് ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റർ, RF ഫീഡ്ബാക്ക് റെസിസ്റ്റർ. രണ്ടാമത്തെ ഇൻപുട്ട് പോസിറ്റീവ് ടെർമിനൽ കൊടുത്തിരിക്കുകയാണ് V2. പിന്നെ ഗ്രൗണ്ട് പ്രത്യേകം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ സൂപ്പർ പൊസിഷൻ തിയറം, അത് നമ്മൾ പഠിക്കുന്നതാണ്. സൂപ്പർ പൊസിഷൻ തിയറം പഠിച്ചിട്ടുള്ളതാണ്. അക്കോർഡിംഗ് സൂപ്പർ പൊസിഷൻ തിയറം, ദ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജസ് VO ഈക്വൽ ടു V0 ഡാഷ് പ്ലസ് V0 ഡബിൾ ഡാഷ്. ഇക്വേഷൻ നമ്പർ 1, where V0 is the output produced by input V1 and V0 double dash is that produced by the input V2. അപ്പോൾ ഇവിടെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് രണ്ട് ഇൻപുട്ടുകളിലും വോൾട്ടേജ് കൊടുക്കണം. ഒന്നാമത്തെ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് V1 ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് V0 ഡാഷ് എന്ന് പറയാം. രണ്ടാമത്തെ ഇൻപുട്ട് V2 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് V0 ഡബിൾ ഡാഷ് എന്ന് പറയാം. അപ്പോൾ ആകെ ഔട്ട്പുട്ട് V0 ഡാഷ് പ്ലസ് V0 ഡബിൾ ഡാഷ്. വോൾട്ടേജ് കൂട്ടിയെടുക്കാം എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഈ ഇൻവെർട്ടിംഗ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ആയതുകൊണ്ട് ഒന്ന് മൈനസ് ആയിക്കൊള്ളും. അങ്ങനെ നോക്കാം. Where V0 dash is the output produced by this input V1 and V0 double dash is that produced by the input V2. Now we know V0 dash is equal to minus RF by R1 into V1. ഇവിടെ R1 മിസ്സിംഗ് ആണ്. ശ്രദ്ധിക്കോട്ടെ. V0 dash is minus RF by R1 into V1. RF by R1 കേട്ടോ. R1 അവിടെ ഇതല്ല. അതായത് ഇൻവെർട്ടിംഗ് ഓപ്പാമ്പിൻ്റെ ഫോർമുലയാണ്. R1 അവിടെ കട്ട് ചെയ്ത് പോയി. മൈനസ് RF R1 ഇൻറ്റു V1. ഇൻവെർട്ടിംഗ് ഓപ്പാമ്പ് ഔട്ട്പുട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അടുത്തത് V0 ഡബിൾ ഡാഷ്. R1 അറ്റാണ് മുകളിൽ കാണുന്നത്. അതിന് V0 ഡബിൾ ഡാഷ് ഈസ് 1 പ്ലസ് RF R1 ഇൻറ്റു V2 നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. therefore equation 1 becomes, ഔട്ട്പുട്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, V0 is V0 ഡാഷ് പ്ലസ് V0 ഡബിൾ ഡാഷ്. that becomes V0 is equal to minus RF R1 V1 plus 1 plus RF R1 V2. If RF is large, 1 plus RF R1 is RF R1. ഈ RF ഇവിടെ വലുതാണെങ്കിൽ RF R1 വലിയ സംഖ്യയാണ്. ഒന്നുകൂടി കൂട്ടിയാൽ വിലയ്ക്ക് വലിയ മാറ്റമില്ല. അതുകൊണ്ട് 1 പ്ലസ് RF R1 നമുക്ക് RF R1 എന്ന് ചുരുക്കി എഴുതാം. സോ ദി അബവ് ഇക്വേഷൻ ബിക്കംസ് V0 is equal to minus RF R1 into V1 പ്ലസ് RF R1 into V2. ഇവിടെ ഒരു കോൺ ഫാക്ടർ എടുക്കാമല്ലോ നമുക്ക്. അപ്പോൾ കോൺ ഫാക്ടർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് V2 is equal to RF R1 minus V1 plus V2. RF R1 കോൺസ്റ്റൻ്റ് ആണല്ലോ. അതിൽ K എന്ന് കൊടുത്താൽ V0 proportional to V2 minus V1. You see the RHS. In the RHS there is difference of voltages, difference of numbers. So we can find difference. Subtraction. This is the equation for op-amp subtractor in an op-amp. This is the equation of op-amp subtractor. ഇനി നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം പറയേണ്ട ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം എന്നുള്ള എഴുതല ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. അവിടെ പ്രോബ്ലം 1 എഴുതിയിട്ടുണ്ട്. അത് ഒന്ന് വ്യക്തമാക്കി എഴുതിയ പ്രോബ്ലം 1.
In an op-amp subtractor, if R1 is 5K and RF is 10K, V1 is 4 volt, V2 is 5 volt, find the value of the output കണ്ടുപിടിക്കുക. ഒരു op-amp സബ്ട്രാക്ടറിൽ R1 5K ആണ്, RF 10K ആണ്, V1 4 വോൾട്ട്, V2 5 വോൾട്ട് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ. അപ്പോൾ ചുമ്മാ ഡിഫറൻസ് എടുത്ത് കുറച്ച് വെച്ചാൽ പോലെ ആ ഫോർമുല അതിനെ അപ്ലൈ ചെയ്യണം. യു സി ദ ഫോർമുല വി അപ്ലൈ. അത് അപ്രോക്സിമേറ്റ് ചെയ്ത ഫോർമുലയും പാടില്ല, അതിന് മുമ്പുള്ള ഫോർമുല അതിനെ എടുക്കണം. അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മൾ 1 + RF R1 = RF R1 അപ്രോക്സിമേറ്റ് ചെയ്തില്ല, അതും പാടില്ല. കറക്റ്റ് റിലേഷൻ അപ്ലൈ ചെയ്യണം. ഫോർ op-amp subtraction, VO is equal to -RF R1 V1 plus 1 plus RF R1 into V2. So you put the values. V1 is 4 volt, V2 is 5 volt, R1 is 5K, RF is 10K. Put the values. V0 equal to -10/5 into 4 plus 1 plus 10/5 into 5 is equal to -8. -8 plus 15 is equal to 7 volt. 7 volt is the difference voltage. പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു ടേമാണ് കേട്ടോ, നിങ്ങൾ ഇലക്ട്രോണിക്സ് നേരത്തെ കേട്ട് കാണണം. അതിനൊരു ടേമാണ് ഡിസ്കസ് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ആൻഡ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ആൻ op-amp ഓർ ഓഫ് ആൻ ആംപ്ലിഫയർ. ഈ ആംപ്ലിഫയറും പറയും ഓപ്പൺ ലൂപ്പ് ഗെയിൻ, ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് പറയും. അതെന്താണ്? ഈ op-ampന് വരുമ്പോൾ അതെന്താണ്? ഡിസ്കസ് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ആൻഡ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ. An op-amp can be used with or without external feedback. ഫീഡ്ബാക്ക് കൊടുത്തും കൊടുക്കാതെയും നമുക്ക്, അല്ലെങ്കിൽ കൊടുക്കാതെയും op-ampന് ഉപയോഗിക്കാം. കൊടുക്കാതെ ഉപയോഗിച്ചാൽ കിട്ടുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ. ഫീഡ്ബാക്ക് കൊടുത്താൽ ക്ലോസ് ലൂപ്പ് ഗെയിൻ. An op-amp can be used with or without external feedback. ഫീഡ്ബാക്ക് കേട്ടാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. Operation without feedback is called open loop operation, and the respective gain is called open loop gain. Open loop gain AV is equal to VA by VI. This gain is very large. Open loop gain എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതായിരിക്കും. Operation with negative or positive feedback is called closed loop operation. The corresponding gain is called ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ. അത് VO by VI തന്നെയാണ്. ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് സർക്യൂട്ടിനെയാണ് ഈ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഡിപ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത ഒരു ഡിവൈസ് പഠിക്കുകയാണ്, മൂന്നാമത്തെ ഡിവൈസ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു. op-amp ആർഡർ, അതിൻ്റെ കൂടി ആവറേജ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ op-amp സബ്ട്രാക്ടർ പഠിച്ചു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സർക്യൂട്ട് op-amp ഇൻ്റഗ്രേറ്റർ. op-amp ഇൻ്റഗ്രേറ്ററിൻ്റെ പടം നോക്കുക. ആ പടത്തിൽ നമ്മളൊരു op-amp കാണിച്ചിട്ടുണ്ട്. സമ്മിങ് പോയിൻ്റ് ഉണ്ട്, ഇൻപുട്ട് റെസിസ്റ്റൻസ് R ഉണ്ട്, ഫീഡ്ബാക്കായിട്ട് കൊടുത്തിരിക്കുന്നത് കപ്പാസിറ്റിയാണ്. ഇൻപുട്ട് വോൾട്ടേജ് V1, കറണ്ട് I1, കപ്പാസിറ്റിയിലെ കറണ്ട് I2, അങ്ങനെ കാണിച്ചിരിക്കുക. ഔട്ട്പുട്ട് VU. അപ്പോൾ ഇത് പഠിക്കുമ്പോഴേ ഓർക്കണം, നമ്മളിനി ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷ്യേറ്ററും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോം നോക്കി. അതിൻ്റെ ഫോം RC എന്നുള്ള ഓർഡർ കേട്ടോ. ഇൻപുട്ടായിട്ട് R വരണം, ഔട്ട്പുട്ടായിട്ട് Cയും വരണം. ഇൻപുട്ടായിട്ട് R വരണം, ഔട്ട്പുട്ടായിട്ട് C വരണം. അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്ററിൽ ഈ ഫീഡ്ബാക്ക് എലമെൻറ്റ് കപ്പാസിറ്റിയാണ്. നേരെ മറിച്ച് ഡിഫറൻഷ്യേറ്റ് പഠിക്കുമ്പോൾ തിരിച്ചാണ് വരക്കുന്നത്. C ആണ് വരക്കുന്നത്. ആ ഫീഡ്ബാക്ക് എലമെൻറ്റായിട്ട് R വരും, ഇൻപുട്ടായിട്ട് C വരും. അപ്പോൾ ഇതൊരെണ്ണം പഠിച്ചാൽ നമുക്ക് ഡിഫറൻഷ്യേറ്റർ ഇതേ പടം തന്നെ ഓർത്തിരുന്നാൽ മതി. പിന്നെ ആറും സിയും പൊസിഷൻ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരയ്ക്കേണ്ടി വരും. ഇനി എന്തായാലും ഇവിടെ കിട്ടുന്ന നോക്കുക. അതിൻ്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഇൻ്റഗ്രേറ്റിൻ്റെ ഗ്രാഫ്. നമ്മൾ ഒരു ഇൻ്റഗ്രേറ്ററിൽ ഒരു സ്റ്റെപ്പ് വോൾട്ടേജ് കൊടുത്താൽ, അതായത് സ്റ്റഡി വോൾട്ടേജ്, ഇങ്ങനെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കൊടുത്താൽ, ഇൻപുട്ടായി കൊടുത്താൽ നമുക്കൊരു റാമ്പ് വോൾട്ടേജ് കിട്ടും. റാമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേപ്പോട്ട് കയറിപ്പോവും. VO ഉണ്ട്. VO മേപ്പോട്ട് കയറുന്ന ഒരു റാമ്പ് വോൾട്ടേജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. റാമ്പ് എന്നാണ്. റാമ്പ് അറിയാൻ പാടില്ല. ഇങ്ങനെ കയറ്റം, ഈ ചുറ്റ് ഈ കയറി പോകുന്ന ഗോവണി, അതിന് റാമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ റാമ്പ് വോൾട്ടേജ്.
അപ്പോൾ ഒരു സ്റ്റെപ്പ് വോൾട്ടേജ്, ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ഇൻപുട്ടായി കൊടുത്താൽ ഒരു റാമ്പ് വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഗ്രാഫിൽ, ഈ ഫസ്റ്റ് ഗ്രാഫിൽ V1 ആണ് ഇൻപുട്ട് വൈ ആക്സിൽ, ഇവിടെ VO ആണ്. താഴെ രണ്ടിടത്തും ടൈം ആണ് കേട്ടോ, ടൈം. താഴെ രണ്ടിടത്തും എക്സ് ആക്സിൽ ടൈമായിട്ട് മാർക്ക് ചെയ്യണം, T. അപ്പോൾ T അവിടെ വ്യക്തമല്ല, എഴുതിക്കോളൂ, താഴെ T ആണ്. ഒന്നാമത്തെ ഇൻപുട്ട് ഗ്രാഫ് V1 ഈസ് ഇൻപുട്ട്, ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് വോൾട്ടേജ്, എ സ്റ്റഡി വോൾട്ടേജ്. ഫിഗർ 2 ഈസ് ദി ഔട്ട്പുട്ട് വിച്ച് ഇസ് എ റാമ്പ് വോൾട്ടേജ്. So we can see what is op-amp integrator. The function of an op-amp integrator is to provide an output which is proportional to the integral of the input voltage. An op-amp integrator circuit is shown in the figure. When the input is DC voltage, the output is a linearly increasing ramp output. The capacitor in the circuit is a feedback element. It can be shown that output VO is equal to -1/CR integral VI dt. അപ്പോൾ ഓപ്പാമ്പ് ഇൻറ്റഗ്രേറ്ററിൻ്റെ പടമാണ് വരച്ചിരിക്കുന്നത്. കപ്പാസിറ്ററാണ് ഫീഡ്ബാക്ക് എലമെൻറ്റ്, അവസാനം വരുന്ന RFൻ്റെ സ്ഥലത്ത് വരുന്നത്. ഔട്ട്പുട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് -1/CR കോൺസ്റ്റൻറ്റ്, -1/CR ഇൻറ്റഗ്രൽ V1 dt എന്ന് കിട്ടും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം, ഒരു ഇൻപുട്ട് വോൾട്ടേജ് സ്റ്റഡി ആണെങ്കിൽ അതിന് ഉയരുന്ന റാമ്പ് വോൾട്ടേജ് ആയിട്ട് തരും, ആ ഗ്രാഫിൽ കാണുന്ന പോലെ. അത്രയുമാണ് നോട്ടായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഈ തിയറി പറയാൻ നോക്കി, തിയറി പാർട്ട് എങ്ങനെ ആ ഇക്വേഷൻ കിട്ടുമെന്ന് പറയാം. കാൽക്കുലേഷൻ ഇൻ ദ ഫിഗർ A is സമ്മിങ് പോയിന്റ്, നമുക്കറിയാമല്ലോ, A is സമ്മിങ് പോയിന്റ്, കറണ്ട് കമ്മിങ് ഇസ് കറണ്ട് ഗോയിങ്, I1 is I2, I1 is V1/R, ആണ് കേട്ടോ, R ഉണ്ടെന്നല്ല, R ആണ്, നമ്മൾ R എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആ റെസിസ്റ്റൻസിലെ കറണ്ടാണ്. പിന്നെ I2 ദ കറണ്ട് ഇൻ ദി കപ്പാസിറ്റർ, കപ്പാസിറ്ററാണല്ലോ ഫീഡ്ബാക്ക് എലമെൻറ്റ്, നോക്കി കേട്ടോ, ഫീഡ്ബാക്ക് എലമെൻറ്റ്. അപ്പോൾ കപ്പാസിറ്ററിൽ കറണ്ട് കാണാനായിട്ട് നമുക്ക് ഈ ചാർജ് റേറ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ dQ/dt എന്ന് എഴുതുന്നത്. മൈനസിന് കാണിക്കുന്ന ഫേസ് റിവേഴ്സലാണ്. എപ്പോഴും ഒരു ഇൻവെർട്ടിംഗ് ഓപ്പാമ്പിൽ ഫേസ് റിവേഴ്സൽ ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. I2 is -dQ/dt. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മുകളിലത്തെ ഇക്വേഷനായിട്ട് കൊടുക്കണം. നമ്മൾ ആരോ കാണിച്ചിട്ടുണ്ട്. V1/R is equal to -dQ/dt. അടുത്ത സ്റ്റെപ്പ്, ഇപ്പോൾ ക്യൂവിനകത്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇരിക്കുന്നത് കേട്ടോ, ക്യൂവിനകത്ത്. അപ്പോൾ ക്യൂ എന്നുള്ളത് CV ആണല്ലോ, അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് V ആയിട്ട് വരുന്നത്. സോ V1/R is equal to -1/dt CVO. That is V1/R is equal to C into dVO/dt. C is a constant taken out. Therefore dVO is equal to -1/CR V1 dt. Integrating we get V0 is equal to -1/CR integral V1 dt. That is output is proportional to integral of the input voltage. So the circuit is called integrator, op-amp integrator എന്ന് പറയും. അപ്പം അതിൻ്റെ ഒരു പിന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹിയർ 1/CR is called scale factor, കാരണം ആ വോൾട്ടേജ് മൾട്ടിപ്ലൈ ചെയ്യാണല്ലോ, സ്കെയിൽ ഫാക്ടർ. Thus the output VO is proportional to the integral value of the input signal and thus the circuit functions as an integrator. അങ്ങനെ സർക്യൂട്ട് ഒരു ഇൻ്റഗ്രേറ്ററായി പ്രവർത്തിക്കും. ഇതിന് പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം നേരത്തെ ചോദിച്ചതാണ്. A 5 millivolt 1 kHz sinusoidal signal is applied to the peak of an op-amp integrator for which R is 100K and C is 1 mho. Find the output. Find out the value കേട്ടോ, ഫൈൻഡ് ഔട്ട് ദി വാല്യൂ എന്നുള്ള വാക്കോടെ പോയി. ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മൾ ആ പ്രോബ്ലം ചെയ്ത് നോക്കി. ഓപ്പാമ്പ് ഇൻ്റഗ്രേറ്റഡ് ആണ് സർക്യൂട്ട്. VO is equal to -1/CR V1 dt. V1 ഒരു സൈനുസോയിഡൽ വോൾട്ടേജാണ്, ഇൻപുട്ട് വോൾട്ടേജ് സൈനുസോയിഡൽ വോൾട്ടേജ് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ സൈനുസോയിഡൽ വോൾട്ടേജ് നമുക്കറിയാമല്ലോ,
E0 സൈൻ ഒമേഗ ടി എന്നുള്ള മോഡലിലാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ട് എ സൈൻ 2π/ft എന്ന് പറയാം. ഒമേഗ 2πf ആണ്, അങ്ങനെ കൊടുക്കുക. എ സൈൻ 2π/ft. ഹിയർ എ ഈസ് 5 mV ആംപ്ലിറ്റ്യൂഡ്. സോ V1 ഈസ് 5 സൈൻ 2π. ഫ്രീക്വൻസി ഈസ് 1 kHz, 1000 t 2πf. So V1 is 5 sin 2000 pi t. സ്കെയിൽ ഫാക്ടർ അത് 1/CR ആണ്. 1/C 1 mu of ആണ്. 1 into 10⁻⁻⁶ R 100K ആണ്. 100 into 10⁻3 100K അല്ലേ? പ്രോബ്ലം നോക്കി. C 1 mu of R 100K ആണ്. 100K നമ്മൾ ഓം ആക്കുമ്പോഴാണ് 100 into 10⁻3 എന്ന് വരുന്നത്. അപ്പോൾ അത് 10 എന്ന് കിട്ടും. 10 1/CR is 10 എന്ന് വരും. 10. അപ്പോൾ VO is -1/CR integral V1 dt equal to -10 integral 5 sin 2000 pi t dt equal to -500 cos 2000 pi t by 2000 pi into 0 t. cos sin kt dt അറിയാമല്ലോ. 1/k into cos kt എന്നുള്ള രൂപത്തിലാണല്ലോ. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കണം. 1/40 π, ആ 2000 π താഴെ കൊണ്ടുവരണം. ആ ഇൻ്റഗ്രേഷൻ ഒരു മൈനസ് അതിനകത്തുണ്ട്. ആ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആക്കി പറയണം. 1/40 π പ്ലസ് പുറത്ത് വരും. കോസ് 2000 π t മൈനസ് കോസ് 2000 ഇൻറ്റു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/40 π ഇൻറ്റു കോസ് 2000 π t മൈനസ് കോസ് 0 ആണല്ലോ. ദാറ്റ് ഈസ് 1/40 π കോസ് 2000 π t -1 കേട്ടോ. -1 കോസ് -1 ഒരു -1 എഴുതണേ. അവിടെ -1 അവിടെ ബ്രാക്കറ്റിനകത്തുണ്ട്. ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് കോസ് 2000 π t -1 അതാ കേട്ടോ. -1 വന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇനി അടുത്ത പ്രോബ്ലമാണ്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി. ഇതാണ് ആൻസർ. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ 1/40 π കോസ് 2000 π t -1 തരണേ. കോസ് 1 ഇത് തൊട്ടുമുള്ള ഇക്വേഷനാണ് ഉത്തരം. അടുത്ത പ്രോബ്ലം ഹോംവർക്കാണ്. A +or -10. പ്ലസ് ഓർ മൈനസ് അങ്ങോട്ട് എഴുതി പോയാൽ മതി. അവസാനം +or ഇട്ടാൽ മതി. A +or -10 mV 250 Hz sinusoidal signal is applied to the peak of an op-amp integrator for which ആണ് കേട്ടോ. for which എന്ന് വായിക്കണേ. for which R is 100K and C is 1 mu of find out the output voltage. അപ്പോൾ ഇതൊരു സിമിലർ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ V is +or -1/5 π. ഇപ്പോൾ ആൻസർ ഞാൻ എഴുതിക്കല്ലോ. ഹോംവർക്ക് ആയതുകൊണ്ട് ആൻസർ നമ്മൾ മുൻകൂർ പറഞ്ഞിരിക്കുകയാണ്. അത് ചെയ്ത് കാണിച്ചാൽ മതി. കോസ് 5000 t -1 ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓപ്പ്-ആംപ് ഇൻ്റഗ്രേറ്റർ VO is -1/CR V1 dt equal to -1/C 1 into 10⁻⁻⁶ R 100 into 10⁻+3 V1 dt equal -1/10⁻⁻1 into V1 dt. V1 is sinusoidal voltage equal to A sin 2π/t. That is +or -10 sin 2π 250t equal to +or -10 sin 500 π t. Put the value. VO is -10 integral +or -10 sin 500 π t dt. So in the outside we get +or -100 10 into 10 +or -100 integration. Do the integration. We get a minus cos 5000 π t by 500 π from 0 to t. 500 π is taken out and we cancel. We get +or -1/5 π into cos 500 π t minus cos 0. Cos 0 is 1 equal +or -1/5 π cos 500 π t minus 1. That is the answer. One more problem. op-amp integrator. ഇപ്പോൾ നമ്മൾ ചെയ്ത രണ്ട് പ്രോബ്ലവും AC പ്രോബ്ലമാണ്. ഇനിയിപ്പോൾ DC പ്രോബ്ലം എങ്ങനെ ചെയ്ത് നോക്കുക.
Number 3 problem. An op-amp integrator, in an op-amp integrator, a source of EMF plus or minus 5 volt DC. You write as a DC. DC is connected through a resistance R equal 1 mega ohm. The feedback capacitance is 1 mu of. If the op-amp saturation levels are plus or minus 10 volt, calculate the time required for the op-amp to saturate. ഇപ്പോൾ ഓപ്പാമ്പിൽ വരാവുന്ന മാക്സ് വോൾട്ടേജ് പ്ലസ് ഓർ മൈനസ് 10 വോൾട്ട് ആണെങ്കിൽ എത്ര സമയമെടുക്കും ഓപ്പാമ്പിന് സാച്ചുറേറ്റ് ചെയ്യാൻ ഈ വോൾട്ട് വരാൻ? അപ്പോൾ ഇക്വേഷൻ വി ഒ ഇസ് ഈക്വൽ -1/CR ഇൻറ്റഗ്രൽ 0 to t v1 dt. അപ്പോൾ ഇവിടെ v1 ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണല്ലോ. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് v1 t എന്ന് തന്നെ വരും. അല്ലാതെ സൈനുസോയിഡൽ വോൾട്ടേജ് അല്ല, സൈനോ കോസൊന്നും വരുന്നില്ല. ഡി സി വോൾട്ടേജ് ആണ്. ആ വാല്യൂ നേരിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ സൈൻ മാറ്റി പറയുമ്പോൾ നമുക്ക് ടി CR V0/V1 ന്യൂമറിക്കലി, കാരണം ടൈമിൽ മൈനസ് ഇടുന്നതിൽ കാര്യമില്ല, ടൈം ഈസ് ഓൾവേസ് പോസിറ്റീവ് എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. സാച്ചുറേഷൻ വോൾട്ടേജ് VO is equal to 10 volt, V1 is 1.5 volt, C is 1 mu of is equal to 10 raised to minus F. R is 1 mega ohm, 10 raised to 3. അവിടെ 10 raised to 6 ohm. 10 raised to 6 ohm, ശരിയാണ്. Therefore, T is 10 raised to minus 6 into 10 raised to plus 6 into 10/1.5. That is 10/1.5, 6.67 seconds. That is time taken by the op-amp integrated to saturate is 6.67 seconds. That is all with your 6th lecture on complementary electronics, semester 4. Thank you.